പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിന് പിന്നാലെ നയതന്ത്ര മാർഗങ്ങളിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ. പ്രബല രാജ്യങ്ങളിലേക്ക് എംപിമാരുടെ നയതന്ത്ര സംഘം കാര്യങ്ങൾ വിശദീകരിക്കാൻ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഒരേ സമയം വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാനാണ് ഇന്ത്യ ശ്രദ്ധിക്കുന്നത്. വർഷങ്ങളായി പാകിസ്ഥാനുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന ചില രാജ്യങ്ങളെ ഒപ്പം കൂട്ടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ. തീവ്രവാദത്തിന്റെ വേരുകൾക്ക് അഫ്ഗാനിലേക്ക് വ്യാപിച്ചപ്പോൾ അതിന്റെ വിളവെടുത്തത് പാകിസ്ഥാനായിരുന്നു. ആദ്യം താലിബാനെ വെള്ളവും വളവും കൊടുത്ത് വളർത്താൻ പാക് സൈന്യവും ഭരണകൂടവും കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനാധിപത്യ സർക്കാരിനെ താഴെയിട്ട് താലിബാൻ രണ്ടാം വട്ടവും അധികാരം പിടിച്ചപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. പതിവ് കാർക്കശ്യങ്ങളിൽ അയവുകളൊന്നും വരുത്താതെ പുരോഗമനവാദം പ്രകടമാക്കിയും ലോകത്തിന്റെ സ്വീകാര്യത പിടിച്ചു പറ്റാനാണ് താലിബാൻ ശ്രമിച്ചത്. ഇതിനൊപ്പം വലിയ കാര്യങ്ങൾ അതിർത്തിയിലും സംഭവിച്ചു. അഫ്ഗാനിൽ നിന്നുള്ള അഭയാർത്ഥികളെ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പാകിസ്ഥാൻ അവരുടെ രാജ്യത്ത് നിന്നും പുറത്താക്കി. ഇത് താലിബാന്റെ പാകിസ്ഥാൻ ബന്ധം ഏറ്റവും മോശം രീതിയിലാക്കി. പാകിസ്ഥാനിൽ താലിബാൻ പിന്തുണയുള്ള തീവ്രവാദികൾ അടിക്കടി ആക്രമണം നടത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുത കടുത്തു. ഇറാന്റെ ചാബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. 2003 മുതൽ ചർച്ചയായിരുന്ന പദ്ധതിക്ക് വേഗം വന്നത് 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശനത്തോടെയായിരുന്നു. ഇപ്പോൾ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാവുന്നതോടെ മേഖലയിൽ ഇന്ത്യക്ക് വലിയ മേൽക്കൈയാണ് ലഭിക്കുന്നത്. യൂറോപ്പിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ വാണിജ്യപാത കൂടിയാണ് ചാബഹാറിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. യൂറോപ്പിലേക്കുള്ള കപ്പൽ യാത്രയിൽ 20 ദിവസം ലഭിക്കാൻ ഈ റൂട്ട് സഹായിക്കും. ചെലവിൽ 30% ലാഭവും ഉണ്ടാകും. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്ക് വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്താനും ഇതുവഴി സാധിക്കും. വാണിജ്യ നീക്കത്തിന് അഫ്ഗാൻ ഇതുവരെ ഉപയോഗിച്ചത് പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖമായിരുന്നു. പാക് ബന്ധം വഷളായതോടെ അവരുമായുള്ള ബന്ധം പരമാവധി കുറയ്ക്കാനാണ് താലിബാൻ ശ്രമിക്കുന്നത്. ചാബഹാറിലേക്ക് മാറുന്നത് ഗ്വാദർ തുറമുഖത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ ഒഴിവാക്കും. ചാബഹാർ തുറമുഖവും ഗ്വാദറിയിലെ പാക് തുറമുഖവും തമ്മിൽ കടൽ മാർഗം വെറും 214 കിലോമീറ്റർ മാത്രമാണ് അകലം. ചാബഹാർ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നതോടെ ഗ്വാദറിന്റെ പ്രസക്തിയും കുറയും. ഈ റൂട്ടിൽ ചൈനയ്ക്ക് കൃത്യമായ മറുപടി നൽകാനും വാണിജ്യപരവും രാഷ്ട്രീയപരവുമായ മേധാവിത്വം നേടാനും ഇന്ത്യക്കാകും. മേഖലയിലെ രാജ്യങ്ങളെ ചൈനീസ് ആനുകൂല്യ മനോഭാവത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും ഇന്ത്യക്കൊപ്പം നിലനിർത്താനും ചാബഹാറിന് സാധിക്കും. മേഖലയിലാകെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതോടക്കം ഈ തുറമുഖത്തിന് സാധിക്കുമെന്നാണ് അമേരിക്കൻ ഉപരോധത്തെയും മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രധാനമന്ത്രി മോദിയെ പ്രേരിപ്പിക്കുന്നത്.